ഈ ഫോട്ടോ നോക്കി നിൽക്കുമ്പോൾ നിങ്ങളിൽ ഒരു മാനസിക വേദനയുണ്ടാകാം. അതിനും വേദന നൽകുന്നതാണ് ഈ ഫോട്ടോയുടെ പിന്നാമ്പുറത്തുള്ള കഥകൾ കേൾക്കുമ്പോൾ. രണ്ട് ജീവന്റെ കഥ പറയാനുണ്ട് ഈ ഫോട്ടോയ്ക്ക്. 1993 സുഡാനിലെ ശക്തമായ ക്ഷാമത്തിന്റെ നേർക്കാഴ്ചകൾ ലോകത്തിനു മുന്നിലെത്തിച്ച ഫോട്ടോഗ്രാഫറാണ് കെവിൻ കാർട്ടർ. ലോക മനസാക്ഷിയെ പിടിച്ചുലച്ച കഴുകനും പെൺകുട്ടിയും എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ചരിത്രത്തിൽ ഇടം പിടിച്ചു. ഭക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ വിതരണ കേന്ദ്രത്തിലേക്ക് എഴഞ്ഞു നീങ്ങുന്ന വിശന്നു തളർന്ന ഒരു കൊച്ചു പെൺകുട്ടിയും അവൾ മരിക്കാൻ കാത്തിരിക്കുന്ന ഒരു കഴുകനുമായിരുന്നു ആ ചിത്രത്തിന്റെ ഉള്ളടക്കം. പത്രപ്രവർത്തന രംഗത്തെ ഏറ്റവും വലിയ ബഹുമതിയായ പുലിറ്റ്സർ സമ്മാനം അദ്ദേഹത്തെ തേടിയെത്തി ഈ ചിത്രത്തിലൂടെ. എന്നാൽ കാലം അദ്ദേഹത്തിനു വേണ്ടി കാത്തുവെച്ചത് മറ്റൊരു വിധിയായിരുന്നു. ഈ ചിത്രം ന്യൂയോർക്ക് ടൈംസിൽ പ്രസിദ്ധീകരിച്ചതോടെ ലോകം നടുങ്ങി. ഈ ഒരൊറ്റ ചിത്രം കെവിൻ കാർട്ടർക്ക് പ്രശസ്തിക്കൊപ്പം തന്നെ വലിയ വിമർശനങ്ങളും നേടിക്കൊടുത്തു. ആ കുട്ടിയെ രക്ഷിക്കുന്നതിനു പകരം ചിത്രം പകർത്താൻ നിന്ന നീയാണ് അവിടെയുള്ള രണ്ടാമത്തെ കഴുകൻ എന്ന് പലരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി. ആ പെൺകുട്ടിയെ താൻ രക്ഷിച്ചില്ലല്ലോ എന്ന കുറ്റബോധവും സുഡാനിൽ കണ്ട ദാരുണമായ കാഴ്ചകളും അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയ ആഘാതമേൽപ്പിച്ചു. കെവിൻ കാർട്ടർ എന്ന ആ ഫോട്ടോഗ്രാഫർക്ക് ആ പെൺകുട്ടിയെ രക്ഷിക്കാനോ മറ്റ് സഹായങ്ങൾ ചെയ്തു കൊടുക്കാനോ മറ്റൊരു വഴിയുമില്ലായിരുന്നു. സുഡാനിലുള്ള ജനങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ട്രക്കിൽ കയറി എങ്ങനെയെങ്കിലും അവിടുത്തെ നേർക്കാഴ്ചകൾ ഒപ്പിയെടുക്കുക മാത്രമായിരുന്നു കെവിൻ കാർട്ടറുടെ ജോലി. പുലിറ്റ്സർ പുരസ്കാരം ലഭിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ 33-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. കൊലപാതകങ്ങളുടെയും മൃതദേഹങ്ങളുടെയും പട്ടിണിയുടെയും വേദനിക്കുന്ന കുഞ്ഞുങ്ങളുടെയും ഓർമ്മകൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്റെ ആത്മഹത്യക്കുറിപ്പിൽ എഴുതി വെച്ച് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. ലോകത്തിന് വിശപ്പിന്റെ യാഥാർത്ഥ ചിത്രം കാണിച്ചു കൊടുത്ത ആ കലാകാരൻ ഒടുവിൽ തന്റെ ഉള്ളിലെ സങ്കടങ്ങൾ താങ്ങാനാവാതെ ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു.